മലയാളികളുടെ അഭിമാനമായിരിക്കുന്ന ബ്രിട്ടനിലെ മാസ്റ്റർ ഷെഫ് ജോമോൻ കുര്യാക്കോസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. കേരളത്തിലെയും ഇന്ത്യയിലെയും പല സെലിബ്രിറ്റികളും തന്റെ രുചിക്കൂട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് താൻ ജനിച്ചു വളർത്തപ്പെട്ടത്. തന്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലൊക്കെ മീൻ പിടിച്ചും മാങ്ങ പിറക്കിയും പഞ്ചസാരയും തേയിലയും ഒക്കെ മേടിച്ച് കടയിൽ നിന്ന് മേടിച്ച് വീട്ടിൽ വരികയൊക്കെ ചെയ്യുന്ന ആ ജോമോന്റെ ഹൃദയത്തിന്റെ സ്വപ്നമായിരുന്നു ഷെഫ് ആകുക എന്നുള്ളത്. വളരെ പ്രതീക്ഷയോടുകൂടെ ഇംഗ്ലണ്ടിലെ ഒരു അറിയപ്പെടുന്ന ഒരു കോളേജിൽ പഠിക്കാനായിട്ടുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടെയാണ് താൻ ഇംഗ്ലണ്ടിലേക്ക് വന്നത്. എന്നാൽ തനിക്ക് അവിടെ പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് താൻ അവിടുത്തെ ഒരു ഗസ്റ്റ് ലെക്ചർ ആകത്തക്ക രീതിയിൽ ക്രമീകരണങ്ങളുണ്ടായി. ആ അനുഭവം ജോമോൻ നമ്മളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഞാന് ലണ്ടനിൽ പഠിക്കാൻ ഉള്ള വലിയ ആഗ്രഹത്തോട് വന്നൊന്നുമല്ല. ഞാൻ ഷെഫാകാൻ വേണ്ടിയാണ് ഹോട്ടൽ മാൻ പഠിക്കാൻ പോയത്. പക്ഷെ അവിടെ വന്ന ഞാൻ 60 പേരെ ഒരു ബാച്ചിലുണ്ടെങ്കിൽ അതിൽ 50 പേരും എന്നാൽ ഹോട്ടൽ മാനിന് പോകാമെന്ന് പറഞ്ഞു വന്നവരാണ്. പക്ഷെ ഞാൻ പോയത് എനിക്ക് ഷെഫാകാൻ വേണ്ടി തന്നെയാണ്. കാരണം അങ്ങനെ ഒരു വിഷനോട് തന്നെയാണ് ഞാൻ പോകും. അത് ഷെഫാകാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഫുഡിനുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പം എന്നെ സംബന്ധിച്ചോളം ഒരു ഷെഫായാൽ ആഹാരത്തിനൊരു പഞ്ഞം ഉണ്ടാവില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ആ 15 വയസ്സുകാരൻ്റെ തലയിലുള്ളൂ. അല്ലെങ്കിൽ ഷിപ്പിൽ ജോലി കിട്ടാൻ ലോകം മുഴുവൻ കറങ്ങി നടക്കാം, ലോകത്തുള്ള ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാം എന്നുള്ളതല്ലാതെ ഒരു വലിയ ഷെഫാകണം എന്നുള്ളൊരു കാഴ്ചപ്പാടോ ചിന്താഗതിയോ ഒന്നുമില്ല എനിക്ക്. ഇത്രയേ ഉള്ളൂ ആകെ. ഫുഡ് കഴിക്കണം, നല്ല ഫുഡ് കഴിക്കണം. ഷെഫായാൽ ഫുഡിനൊരു പഞ്ഞം ഉണ്ടാവില്ല, അത്ര മാത്രമാണ്. വയറുപൂജ, അതല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കോളേജിലായിരുന്ന സമയത്ത് വളരെ ഫോക്കസ്ഡ് ആണ്. കോളേജിൽ എല്ലാ ഫങ്ഷൻസും നമ്മൾ കിച്ചണിലുണ്ട്. ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരന്മാരെല്ലാം ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ കിച്ചണിൽ പോകും. അവിടെ നായരട്ട് എന്ന് പറഞ്ഞൊരു കുക്കുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ കൂടും. ചപ്പാത്തി പരത്താനും ചിക്കൻ കട്ട് ചെയ്യാനും ചിക്കൻ ഫ്രൈ ചെയ്യാനും ഒക്കെ. അപ്പോൾ അവിടെ പോകുന്നതും എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കിച്ചണിൽ ഹോസ്റ്റലിൽ പണിയെടുക്കാൻ പോകുമ്പോൾ എനിക്ക് വൈകിട്ട് 2 ചിക്കൻ ഫ്രൈ കൂടുതൽ കിട്ടും, 2 ചപ്പാത്തി കൂടുതൽ കിട്ടും. അല്ലാതെ പക്ഷേ ഞാൻ ഓട്ടോമാറ്റിക്കലി പണി പഠിച്ചു. എൻ്റെ കൂട്ടുകാരന്മാർ ചെയ്യുന്നതിലും കൂടുതൽ സ്പീഡിൽ എനിക്ക് ഉള്ളി അരിയാൻ പറ്റും. അവർ പരത്തുന്നതിലും നല്ല സ്പീഡിലും റൗണ്ടിലും ചപ്പാത്തി പരത്താൻ പറ്റും. ഞാനത് അവിടെ പോയി പഠിച്ചതാണ്. എൻ്റെ ആഗ്രഹം അവിടെ ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ 2 പീസ് ചിക്കൻ ഫ്രൈയിലായിരുന്നു എൻ്റെ നോട്ടം. പക്ഷേ ഞാൻ ഓട്ടോമാറ്റിക്കലി പണി പഠിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ക്യാമ്പസ് സെലക്ഷൻ കഴിഞ്ഞു. പൂനെയിലൊരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യാൻ കയറി. ഞാൻ ലിറ്ററലി ഒരു ബോക്സ് ഗാർലിക് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടുകാരൻ എന്നെ ഒരു ലോക്കൽ നമ്പറിൽ വിളിച്ച് പറയാണ്, ഞാൻ അടുത്ത ആഴ്ച UK പോവാണ്, എനിക്ക് വിസ വന്നു, ഞാൻ പഠിക്കാൻ പോവാണ്. അപ്പോഴാണ് ഞാൻ UK എന്ന ഒരു സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അതപ്പം സ്വപ്നം എന്നതിനേക്കാൾ ഉപരി എന്നോട് എനിക്ക് തോന്നിയ ഒരു അപകർഷതാബോധമാണ്. എടാ, ഒരു ഇതുമില്ലാതെ കളിച്ചു കിടന്നവനാണ് ഞാൻ. ഷെഫാകാൻ വേണ്ടി മാത്രം പോയി ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഷെഫാകാൻ വേണ്ടി തന്നെ ജീവിച്ചൊരു മനുഷ്യൻ. പക്ഷേ എനിക്കാണെങ്കിൽ എങ്ങും എത്താൻ പറ്റുന്നില്ല. എൻ്റെ മുന്നിലുള്ള ഒരു ബോക്സ് വെളുത്തുള്ളിയാണ്. ആ വെളുത്തുള്ളി പൊളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ടാണ് ചെല്ലുന്നത്. പക്ഷെ അവിടെയുള്ള ഷെഫ്മാർക്കൊന്നും വിദ്യാഭ്യാസമില്ല. പക്ഷെ അവരുടെ കയ്യിലൊക്കെ ഭയങ്കര സ്കില്ലാണ്. അപ്പോൾ അവരും തമ്മിലൊരു അന്തരം ഭയങ്കരമാണ്. നമ്മളെ അഡാപ്റ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര മടിയാണ്. ഇവരെന്തോ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് വന്നു എന്നുള്ളൊരു തോന്നലാണ് ആ ഷെഫ്മാർക്ക്. പക്ഷേ ആ ഷെഫ്മാർ ഇരിക്കുന്ന സ്കില്ല് നമ്മൾ വിചാരിക്കുന്നതിനും മേലെയാണ്. ഇവർ നമ്മളെ പക്ഷെ അഡാപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഭയങ്കര ഒരു മിസറബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവൻ എന്നെ ഇത് വിളിച്ച് പറയുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കി. എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല, എനിക്കിങ്ങ് എത്തിപ്പെടാൻ പറ്റുന്നില്ല. കാരണം അപ്പയോട് വഴക്കിട്ടാണ് ഞാൻ ഷെഫാകാൻ പോയത്. അപ്പോഴേക്ക് എന്നെ ഒന്നുകിൽ ബയോ കോളേജിൽ വിടണം, CTG പഠിപ്പിക്കണം, BTG പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു അപ്പനാണ് എനിക്ക്. അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിക്ക് പോകണം. പക്ഷേ എനിക്കിതിനൊന്നും പോകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ആയപ്പോൾ അപ്പന് എന്നാൽ എന്തേലും ആയിപ്പോട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിട്ടതാണ്. അപ്പോൾ ആ അപ്പ പറഞ്ഞ യെസ്സിന് വേണ്ടി നിൽക്കണം എന്നൊരു ഭയങ്കര ഉത്തരവാദിത്വ ബോധം എനിക്കുണ്ടായി. കാരണം ആ അപ്പ എന്നോടൊരു യെസ് പറഞ്ഞു, നീ എന്തേലും പോയി പഠിച്ചോട്ടെ. പക്ഷേ ഞാൻ എങ്ങും ആകാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ അപ്പയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് ഉണ്ടാകുന്നൊരു വൈമനസ്യം, അതാണ് എന്നെ പൊരുതാൻ പ്രേരിപ്പിച്ചത്. കാരണം അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ശരിയായി പോലെ ഞാൻ ഫിസിയോതെറാപ്പി പഠിച്ചാൽ ഒരു പക്ഷേ ലൈഫ് മെച്ചപ്പെടാമായിരുന്നു. അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പോയായിരുന്നു, ചിലപ്പോൾ ഇത് വേറൊരു ലൈഫായിരുന്നായിരിക്കാം. പക്ഷേ ഞാനെടുത്ത തീരുമാനത്തിന് വേണ്ടി എൻ്റെ അപ്പൻ തന്ന യേശുവിന് വേണ്ടി നിൽക്കുന്നതാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്. കാരണം അതെൻ്റെ തീരുമാനത്തിനാണ് എൻ്റെ അപ്പൻ നിന്ന് കൂടെ നിന്നത്. അപ്പോൾ ആ തീരുമാനം ഏറ്റവും ബെസ്റ്റായിരുന്നു എന്ന് എനിക്ക് എൻ്റെ അപ്പൻ്റെ മുമ്പിൽ തെളിയിച്ച് കാണിക്കണമായിരുന്നു. ഈ കഷ്ടപ്പാട് മുഴുവൻ സഹിച്ചത് ഞാൻ അതിനു വേണ്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. എനിക്കൊന്നും എത്താൻ പറ്റുന്നില്ല. അമ്മയോട് വിളിച്ചു, വിവരം പറഞ്ഞു. അമ്മയുടെ തലയിലും മാത്രം പിന്നെയും വലിച്ചു. അങ്ങനെയാണ് ഞാൻ UK
ഞാൻ പഠിക്കാനായിട്ട് വന്നു. പഠിക്കാനായിട്ട് വന്നപ്പം ഷെഫായി തന്നെ പഠിക്കണം. അപ്പോൾ ഒരു culinary മാനേജ്മെൻറ്റ് കോളേജിൽ അഡ്മിഷൻ എടുക്കണം. അപ്പം അന്ന് ഹാമർസ്മിത്ത് കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ഹാമർസ്മിത്ത് കോളേജ്, അത് ഇപ്പോഴും ഹാമർസ്മിത്ത് കോളേജ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ കോളേജിൻ്റെ പേര് മാറി. അന്നത് ഹാമർസ്മിത്ത് കോളേജ്, പക്ഷേ ബിൽഡിംഗ് അതേ സെയിം ബിൽഡിംഗ്, ഒരു ചുവന്ന കോട്ട പോലെ ഒരു റെഡ് ബിൽഡിംഗ് ഹാമർസ്മിത്ത് സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഇവിടെ വന്നിറങ്ങി. അപ്പം ഞാൻ പൂനെയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂനെയിൽ നിന്ന് തന്നെ ബോംബെ ചെന്നൊരു ഏജൻസിയെ കണ്ടു. എൻ്റെ കൂട്ടുകാരൻ പോയി അതേ ഏജൻസിയെ പോയി ഞാൻ കണ്ടു. ആ ഏജൻസി വിസയൊക്കെ എടുത്ത് തന്നു. അങ്ങനെ വിസയോടെയാണ് ഞാൻ നാട്ടിൽ വരുന്നത്. എൻ്റെ ആ നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ആ നാട്ടിൻ പുറത്തു നിന്ന് ആദ്യമായിട്ട് UK പഠിക്കാൻ പോകുന്ന വ്യക്തിയാണ്. അപ്പം അതിൻ്റെ ഒരു അഹങ്കാരം ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ സൗദിയിലാണ് ഈ മെതിച്ച് നടക്കുന്ന പയ്യന്മാരുണ്ടാവില്ലേ, കൈ കാശുണ്ട്. ഞാൻ വീട്ടിലറിയാതെ കോഴിക്കടയിലൊക്കെ പണിക്ക് പോകുമായിരുന്നു. അപ്പം അങ്ങനെ കയ്യിൽ കാശുണ്ട്, കാശിനൊരു പഞ്ഞമില്ല. ആ കാശ് കൊണ്ടുപോയി ഞാൻ മെനക്കെടുത്ത് മുഴുവൻ ഫുഡടിക്കണം, അല്ലാതെ വേറൊരു പരിപാടികൾക്ക് ഞാൻ പോകാറില്ല. എവിടുന്ന് കാശ് കിട്ടിയാലും പോയി ഫുഡ് അടിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അങ്ങനെ UK കയറി വരികയാണ്. UK കയറി വരുമ്പോൾ ഏതോ ഒരു ബംഗ്ലാദേശി ഒരാൾ എന്നെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യാണ്. ചുമപുരാക്കെന്ന് പറഞ്ഞൊരു പ്ലേ കാർഡൊക്കെ വെച്ചിട്ട് എന്നെ പിക്ക് ചെയ്ത് ഈസ്റ്റേൺ സ്റ്റേഷനിൽ കൊണ്ട് വേറെ ആളെ ഏൽപ്പിച്ചു. അങ്ങനെ അവിടുന്ന് ഒരു ബസ് കയറി ഇൽഫോർഡിൽ പോയി ഇറങ്ങിയാണ് ജീവിതം തുടങ്ങുന്നത്. പിറ്റേ ദിവസം ഞാൻ ആ കോളേജിൽ ചെല്ലുമ്പം അവരെന്നെ കൊണ്ടുപോയി കോളേജ്, വേറൊരു കോളേജ്. ആ കോളേജിൻ്റെ പേര് എന്തോ ഒരു ലോ കോളേജ്, കോമൺവെൽത്ത് ലോ കോളേജ്. അപ്പൊ ഞാൻ ലണ്ടനിൽ തന്നെ. അന്ന് കോളേജുകളുണ്ട്, യൂണിവേഴ്സിറ്റികളില്ല. തട്ടുംപുറം കോളേജ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലത്തെ ഒരു സെറ്റപ്പാണത്. ഞാൻ ചെന്നപ്പോൾ അവിടെയാണ് എനിക്ക് അഡ്മിഷൻ എടുത്ത് തന്നിരിക്കുന്നത്. കാരണം എന്നെ കാണിച്ച കോളേജിലല്ല എനിക്ക് അഡ്മിഷൻ. ഏജന്റ് കളിപ്പിൽ. ഈ ഏജന്റിനെ നമ്മൾ സംസാരിക്കാൻ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയത്തില്ല, ആരോട് പോയി ചോദിക്കണമെന്ന് അറിയത്തില്ല, വീട്ടിൽ പറയാൻ പറ്റത്തില്ല. കാരണം അപ്പ പറഞ്ഞാൽ അന്ന് കഴുത്ത് കണിച്ചിട്ട് പോകുന്നല്ലാതെ വേറെ ഒരു മാർഗം അതിന് മേലെയില്ല. കാരണം അത്രയും കാശ് മുടക്കിയാണ് എന്നെ പഠിക്കാൻ പറ്റിയിരിക്കുന്നത്. ഇത് തുറന്നു പറയാൻ ഒരു മനുഷ്യനില്ല. നമ്മളിത് ഉള്ളിൽ കൊണ്ട് നടക്കാന്നല്ലാതെ നമുക്കിത് ഒരാളോട് ഷെയർ ചെയ്യാൻ, വൈഫിനോട് ഷെയർ ചെയ്യാൻ, വൈഫായിട്ടില്ലെങ്കിൽ പോലും ഫ്രണ്ട്സ്, അപ്പം അവളോട് പറയുമെന്നല്ലാതെ, ഫോൺ വിളിച്ച് പറയുമെന്നല്ലാതെ വേറെ ഒരു മനുഷ്യരോട് എനിക്കിത് ഷെയർ ചെയ്യാനില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ ഈ കോളേജ് കാണാൻ പോയി. ഞാൻ പഠിക്കാൻ വന്ന കോളേജ് ഞാൻ കാണാൻ പോയി. ആ കോളേജ് മുഴുവൻ കണ്ട്, എൻ്റെ കുക്കിംഗ് ലാബും കണ്ട്, ആ കോളേജിൻ്റെ പടി ഇറങ്ങി വരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം എനിക്ക് പഠിക്കാൻ യോഗമില്ല എന്ന് ഞാൻ മനസ്സിലായി. അത് എനിക്കുള്ളതല്ല എന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിൽ പറയാൻ പറ്റത്തില്ല, എനിക്ക് സഹായിക്കാൻ ആരുമില്ല. പിന്നെ ഒരു ചെറിയ കോളേജിൽ വേറെ അഡ്മിഷൻ എടുത്തുകൊണ്ട് ഞാൻ ഒരു ജോലിക്ക് കയറി. അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ ഒരു മലയാളി അച്ഛൻ്റെ റെസ്റ്റോറൻറ്റിൽ ജോലി കയറി. ആ അച്ഛൻ്റെ റെസ്റ്റോറൻറ്റ് ജോലി കയറിയപ്പോൾ ആ അച്ഛൻ്റെ ജോലി കറക്റ്റായിട്ട് നടന്നില്ല. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഷെഫ് ഇട്ട് ജോലി, അത് ആ ജോലി വരുമ്പോൾ എൻ്റെ തലയിലായി. രാവിലെ അച്ഛൻ്റെ വീട്ടിൽ തന്നെ താമസം. ഇതുപോലൊരു 2 ബെഡിൻ്റെ ഇടയിൽ ഒരു പായിട്ട് ഡുവയിട്ട്, പഴയ ഡുവേ സെയിം കോൺസെപ്റ്റാണ്. 2 മടക്കിയിട്ട് അതിൻ്റെ ഈ 2 ബെഡിൻ്റെ ഇടയിൽ കിടക്കും, നടുക്ക് കിടക്കും. അങ്ങനെ അവിടെ നമ്മൾ ശമ്പളം എടുക്കും. എനിക്കൊരു പൗണ്ട് എടുത്ത് കോളിംഗ് കാർഡിന് ആരെങ്കിലും വിളിക്കാൻ പോലും എൻ്റെ കൈ കാശില്ല. ബാങ്കിൽ 5 പൈസ ഇല്ല. ഞാൻ നമ്മുടെ പാസ്റ്റർ എടുക്കില്ലായിരുന്നു. പാസ്റ്റർ ഞാൻ ലണ്ടനിൽ വന്നിട്ട് ആദ്യമായിട്ട് നാട്ടിൽ പോവാം. അപ്പം ഡെഫിനറ്റ്ലി എൻ്റെ അമ്മയെ കാണാൻ പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ അപ്പയെ കാണാൻ പോകും. അമ്മയ്ക്കൊരു മുട്ടായി മേടിച്ചു കൊടുക്കാൻ എൻ്റെ കാശില്ല. അപ്പം ഞാൻ പാസ്റ്റർ പോകുന്നതിൻ്റെ അന്ന് പാസ്റ്ററിനെ കാണാൻ വേണ്ടി ഞാൻ ചെല്ലുക. അപ്പം എൻ്റെ ഒരു കൂട്ടാൻ 10 പൗണ്ട് മേടിച്ചുകൊണ്ട് ഞാൻ ചെല്ലുന്നത്. ആ 10 കൊണ്ട് പാസ്റ്ററിനെ കൊടുത്തിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി മുട്ട. കാരണം എൻ്റെ അപ്പയുടെ ഫ്രണ്ട്സ് നാട്ടിൽ വരുമ്പം അവർ പപ്പ കൊണ്ടുവന്നാന്ന് പറഞ്ഞ് ചോക്ലേറ്റ്സും ഒക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. അതേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. അങ്ങനെ ആ 10 രൂപയും കൊണ്ട് ഞാൻ പാസ്റ്ററിനൊക്കെ ചെല്ലുമ്പോൾ വന്ന് വേറൊരു പാസ്റ്റർ അവിടെ താമസിക്കാം. പാസ്റ്റർ പറഞ്ഞു, നീ പോയി പ്രാർത്ഥിക്കുക. മേളിൽ പാസ്റ്റർ പറഞ്ഞു പോയിരുന്നു. അപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചല്ല, മനുഷ്യൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? എൻ്റെ ഇല്ല. എൻ്റെ ഈ അമ്മയ്ക്ക് ചോക്ലേറ്റ് മേടിക്കാൻ 10 രൂപ ഉള്ളൂ. ഈ പാസ്റ്റർ വഴക്ക് പറഞ്ഞ് എന്നെ മേളിൽ കൊണ്ട് മേളിലെ റൂമിലാണ് താമസിക്കുന്നത്. ഞാനവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ വേറെ ആരോടും, ഇപ്പം പാസ്റ്ററിനോട് പോലും ഞാൻ അത്രയൊന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യനോട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഈ 10 രൂപ കൊടുത്ത് നീട്ടിയപ്പോൾ അദ്ദേഹം എനിക്ക് 100 പൗണ്ട് തിരിച്ചു തന്നു. ആ പാസ്റ്റർ ഇവിടെ വിസിറ്റിങ്ങിന് വന്ന പാസ്റ്ററാണ്. ആ 100 പൗണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മേടിച്ചില്ല, എനിക്ക് എന്തോ ഒരു ജാള്യതയോ. കാരണം പാസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്ന ഒരു ശീലം ഞാൻ എനിക്ക് കണ്ടിട്ടില്ല. അങ്ങോട്ട് കൊടുക്കുന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് എനിക്കെന്തോ ഭയങ്കര ഒരു ജാള്യതയോ എന്തോ ഒരു എനിക്കെങ്ങും എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഞാൻ ഇല്ല മുടിനായി പുത്രൻ്റെ അവസ്ഥയാണ് ഞാൻ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് എല്ലാം തരുന്നത്.
അന്നേരം എന്നോട് ആ പാസ്റ്റർ പറഞ്ഞത്, ഈ 100 കൊണ്ട് എനിക്ക് നിനക്ക് തരാൻ തോന്നിയെങ്കിൽ അത് ദൈവത്തിൻ്റെ നടത്തിപ്പാണ്, അതല്ലാതെ ഞാൻ തീരുമാനിച്ചാൽ അത് നിനക്കുള്ളതാണ്. ഞാൻ ആ 100 രൂപ കൊണ്ട് പോയി തിരിച്ചു വരുന്ന വഴി പാസ്റ്റർ പണ്ട് താമസിച്ചതിൻ്റെ അവിടെ ഒരു സെമിട്രി ഉണ്ട്. ഞാൻ അവിടെ പോയിരുന്നു വാവിട്ട് കരഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒന്നേ ദൈവത്തോട് പറഞ്ഞോളൂ, ഈ പൈസ തിരിച്ചു കൊടുക്കാൻ എനിക്കൊരു വഴി ഉണ്ടാക്കി തരണം. വേറൊന്നും പ്രാർത്ഥിച്ചില്ല, ഈ പൈസ ഈ പാസ്റ്റർ പോകുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചു കൊടുക്കണം. ഞാൻ ആർഗോസിൽ പോയി അമ്മയ്ക്ക് ഒരു വാച്ച് മേടിച്ചാണ് പാസ്റ്ററിനെ കൊണ്ട് കൊടുത്തത്. മുട്ടായി മേടിച്ചു കൊടുത്തു. നാട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ജോലി ശമ്പളമില്ല. അപ്പം ഒരു കൂട്ടുകാരനെ വഴിപ്പിച്ചുകൊണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഭയങ്കരമായിട്ട്, ഒരു നോർത്ത് ഇന്ത്യക്കാരൻ, അവന് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് നിന്നെ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ വർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് ചിക്കനും ലാമ്പും ഒക്കെ കട്ട് ചെയ്യാൻ തന്നെ. കാരണം ഞാൻ പണ്ടിൽ കോഴിക്കടയിൽ പണിയെടുക്കാൻ പോയത് എനിക്ക് ഈ കട്ടിങ് നല്ല ശീലമാണ്. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ പണിയെടുത്ത് കയ്യിൽ നല്ല സ്കില്ലുണ്ട്. കാരണം പണിയെടുക്കുമായിരുന്നു. അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കട്ടിങ് വെച്ച് ചിക്കനൊക്കെ അവരെക്കാട്ടി സ്പീഡിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ കഴിയുമ്പോഴും അവർ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയി. ഞാൻ അവിടെ 4 കൊല്ലം നിന്നു. ആ 4 കൊല്ലം എന്നെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റും. 4 കൊല്ലം അവരെ സംബന്ധിച്ചോളം ഒരു ബംഗാളി പയ്യനെ പണിക്ക് കിട്ടി എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ അവർക്കുള്ളൂ. എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ 4 വർഷം എന്നെ കൊണ്ട് ഗാർബേജ് റൂം കഴിയിക്കുക, ഗാർബേജ് ബിൻ കഴിയിക്കുക, ഷെഫ്മാർ പോകുമ്പോൾ ഫുൾ ക്ലീനിങ് ചെയ്യുക, അവരുടെ അസിസ്റ്റൻ്റായിട്ട് കൂടെ നിൽക്കുക എന്ന് വെച്ചാൽ ഒരു ഗതിയില്ലാത്ത അവസ്ഥ എന്ന് പറയത്തില്ല. ഞാൻ തന്തോണ്ട് പണി മുഴുവൻ പിടിച്ച അവിടെ നിന്ന്. ഞാൻ ഇന്നലെ അച്ഛനോട് പറഞ്ഞല്ലേ, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്തോണ്ട് ഒരു പയ്യൻ അങ്ങോട്ട് പറഞ്ഞു, അവൻ വന്നിട്ടുണ്ട് താഴെ. ഇപ്പോൾ അവനത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയത് ഞാൻ അവിടെ നിന്നിട്ട് എക്സ്പീരിയൻസാണ്. അപ്പൊ എൻ്റെ തമ്പുരാൻ എന്തോ അങ്ങനെ അറിയാം, ഇവനെ ഈ ട്രെയിനിൽ കൂടെ കടത്തി വിട്ടാൽ മാത്രമേ ഇവൻ നാളെ ആരുടെയും മുമ്പിൽ നാണിക്കത്തുള്ളൂ. അന്നേ അറിഞ്ഞു വെച്ചോണ്ട് ഞാൻ കുറെ കരഞ്ഞെങ്കിലും അന്നേ അറിഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് അത്രയും അഡ്വാൻസ് ട്രെയിനിങ് അന്നേ തന്നു വെച്ചിരിക്കുക എന്നെ കൊണ്ട് പോകാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ആ കോൾ. അപ്പൊ അതെല്ലാം കഴിഞ്ഞു അവിടെ ജോലി ഇറങ്ങി വേറെ ജോലി കയറി. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു, വെസ്റ്റ്ലൻഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിങ്ങളുടെ ഫുഡ് പ്ലേറ്റിംഗ് ഞങ്ങൾ ഒത്തിരി ഇമ്പ്രസ്ഡ് ആണ്. നിങ്ങളുടെ ഇന്ത്യൻ ഫുഡ് പ്ലേറ്റിങ്ങിനെ കുറിച്ച് ഞങ്ങളുടെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാൻ നിങ്ങൾക്ക് വരാൻ പറ്റുമോ ആസ് എ ഗസ്റ്റ്? അപ്പോൾ നമുക്ക് ഈ തൊലിക്കട്ടിയും നാക്കിനില്ലായ്മയും പണ്ടേ പോലെയാണ്. ഞാൻ ഓക്കെ പറഞ്ഞു, എന്തോ ധൈര്യത്തിൽ ഓക്കെ പറഞ്ഞു. പക്ഷേ ആ ഉള്ളി പേടിയുണ്ടെങ്കിൽ എന്ത് പോയി പറയുമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഈ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചാൽ അവരോട് സംസാരിക്കണോ നമുക്കറിയത്തില്ല. എങ്ങനെ ഒരു ഇംഗ്ലീഷുകാരുടെ കോളേജിൽ പോയി ക്ലാസ് എടുക്കും? ഞാൻ കൊട്ടും ടൂവും സൈയൊക്കെ ഇട്ട് ഒരു ഷെഫ് കൊട്ടും മടക്കി ബാഗിൽ വെച്ച് ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി ചെന്നിറങ്ങിയ സ്റ്റേഷൻ നല്ല പരിചയം, എന്താണെന്ന് അറിയില്ല. പക്ഷേ എവിടെയൊക്കെ കണ്ട നല്ല പരിചയം, സ്റ്റേഷൻ നല്ല പരിചയം. സ്റ്റേഷൻ ഇറങ്ങി കോളേജ് ചെല്ലുമ്പോൾ ഞാൻ പണ്ട് പഠിക്കാൻ വന്ന അതേ കോളേജ്. അന്നത് ഹാമസ്മിത്ത് കോളേജാണ്, ഇന്നത് വെസ്റ്റ്ലൻഡ് യൂണിവേഴ്സിറ്റി കോളേജ്. പക്ഷേ ബിൽഡിങ്ങിൻ്റെ ഒരു ഇഷ്ടിക പോലും മാറിയിട്ടില്ല, ചുവന്ന പെയിന്റ് അങ്ങനെ തന്നെയാണ്. ഞാൻ ലിറ്ററലി എനിക്ക് റോഡ് ക്രോസ് ചെയ്താൽ കോളേജാണ്. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് കരച്ചിൽ വരുവാണോ സങ്കടം വരുവാണോ, എൻ്റെ കൈയും കാലും വരയ്ക്കുന്നു, മൂത്രമൊഴിക്കാൻ പറ്റുന്നു, കൈവെള്ള വരയ്ക്കുന്നു. ഞാൻ ആ സിഗ്നലിൻ്റെ അവിടെ ഇരുമ്പ് ഗേറ്റുണ്ട്, ഞാനത് പിടിച്ചു നിന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല, കാരണം ഞാൻ ഇമോഷണലി കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയി. ഞാൻ അവിടെ നിന്ന് വായിക്കാൻ പറ്റും, ചെടി എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. ഞാൻ തിരിച്ചു വരുക അവിടെ തിങ്സ് വായിക്കാൻ. കാരണം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ 12 വർഷം പഠിക്കാൻ വന്ന സെയിം കോഴ്സ് ഇപ്പോഴത്തെ പിള്ളേരെ പഠിപ്പിക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പം തമ്പുരാന്റെ നീതിയാണെന്ന് മനസ്സിലായി. പക്ഷേ എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് ധൈര്യമില്ല. ഞാൻ തിരിച്ചടന്നു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛൻ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ തിരിച്ചടന്നു. ആ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു ചായക്കടയുണ്ട്, ഒരു കാപ്പിക്കട. ഞാൻ പോയി അവിടെ നിന്ന് ഒരു കാപ്പി മേടിച്ച് കുടിച്ച് അവിടെ ഇരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു വാക്കേ പറഞ്ഞോളൂ, ഇതുവരെ ഞാൻ എത്തി. ഞാൻ പണ്ട് BBC പോകാൻ ലളിതത്തിൽ വെച്ച് പറഞ്ഞത് ഇത് തന്നെയാണ്. ഇതുവരെ ഞാൻ എങ്ങനെയൊക്കെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അവിടുന്ന് ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് കൃപ വേണം. കാരണം ഐ നോ ഐ കാണ്ട്. എൻ്റെ മാനസിക ബുദ്ധിക്കോ അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ അറ്റയറിനോ എന്ത് വോട്ടെവർ ഇറ്റ് ഈസ് എനിക്ക് പറ്റില്ല. ഞാൻ ആ കാപ്പിയും കുടിച്ച് എനിക്ക് എന്തെന്നല്ല തരും. ഞാൻ ഒറ്റ മൂപ്പം നടന്ന് അവിടെ ചെന്നു. ആ കോളേജിൽ നിന്ന് ക്ലാസ് കൊടുത്തു. പിള്ളേരോട് ഞാൻ ഈ കഥയും പറഞ്ഞു. പിള്ളേർ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. അതൊക്കെ ഉപരി എനിക്ക് അന്നത്തെ ഉണ്ടായ സന്തോഷം തമ്പുരാന്റെ ഒരു നീതി എത്ര വലുതാണ്. പഠിക്കാൻ ആഗ്രഹിച്ച കോളേജിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു കോളേജ് ചെല്ലാനുള്ള യോഗ്യതയില്ല പഠിപ്പിക്കാൻ. ഞാൻ എന്ത് പറഞ്ഞു ഒരു കോളേജിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഇപ്പോഴും എനിക്ക് ആലോചിക്കും. എനിക്ക് കഴിഞ്ഞ ആഴ്ച അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഷെഫ് ഈ വെള്ളിയാഴ്ച
വരാൻ പറ്റുമോ, ക്ലാസ് എടുക്കാൻ. ഞാൻ പറഞ്ഞില്ല മാം പറ്റില്ല, ഞാൻ ധൃതിയാണ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നെ എന്തിനാ വിളിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എൻ്റെ എന്ത് കണ്ടിട്ടാണ് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ പോരായ്മകൾ ആരെക്കാളും കൂടുതൽ എനിക്കറിയാം. പക്ഷേ അവരുടെ മുമ്പിൽ അവരെ എന്നെ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ അങ്ങനെ അവസരം വരും. ഞാൻ ടർക്കിയിൽ വരെ പോയി. ടർക്കി ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടുത്തെ ഗസ്റ്റ് സ്പീക്കറായിട്ട് അവിടെ ടിക്കറ്റ് വരെ അയച്ചെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു. എൻ്റെ നമ്പർ എടുത്തു, വാട്സപ്പ് നമ്പർ വിളിച്ചു. ഞാൻ വെച്ച് കളിപ്പിലായി. ആരെങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ട് കഴിവില്ല സാർ. ഞാൻ ടർക്കി പോയി സംസാരിച്ചു ആൾക്കാരോട്, അവിടുത്തെ ആൾക്കാരുടെ ഇന്ത്യൻ ഫുഡിനെ കുറിച്ച്. ഉമ്മൻചാണ്ടി സാർ, അത് ഞാനിങ്ങനെ കേട്ടു. അദ്ദേഹം ഫുഡ് കഴിക്കാൻ വന്നിട്ട് എന്നോട് ഒരാൾ ചോദിച്ചു അദ്ദേഹത്തിന് ലണ്ടനിൽ കൊണ്ടുവിടാമോ. എനിക്ക് കൊണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ നോക്കുമ്പോൾ ഞാൻ കൊണ്ടുവിട്ടേക്കാം. ഞാൻ തിരിച്ചു ലണ്ടനിൽ വരുന്ന സമയമാണ്, ജോലി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പുള്ളി കൊണ്ടുവിടാം. എൻ്റെ കൂടെ നിന്നിട്ട് കുറേ കഥകളൊക്കെ ഉണ്ട്. എന്നോട് പറഞ്ഞു സ്റ്റോറി ഈസ് വെരി ഇൻസ്പയറിങ്. ഞാനൊരു MLA എക്സലൻസ് അവാർഡ് പ്ലാൻ ചെയ്യാണ്. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിച്ച പിള്ളേരെ ആദരിക്കുക. അവരോട് വന്ന് 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റും ആസ് എ മോട്ടിവേഷൻ. ഞാൻ കണ്ണും മുട്ടി യെസ് പറഞ്ഞു. എന്ത് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു അറിയത്തില്ല. അപ്പോൾ അവിടെ ചെറുപ്പക്കാരോട് സംസാരിക്കും. ഞാൻ പോയത് 3000 പേരോളം വരുന്ന ഒരു ക്രൗഡ്. അതായത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ജയിച്ചവർ, അവരുടെ പേരൻസ്, പിന്നെ അവിടെ കൂടിയിരിക്കുന്നവർ, ഒരു 3000-ഓളം വരുന്ന ഒരു ക്രൗഡ്. കോട്ടയത്ത് കമ്പനി എനിക്ക് വണ്ടിക്കൂലി തന്നാവട്ടെ. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു. അവരോട് ചെറുപ്പക്കാരോട് സംസാരിച്ചു. ഞാൻ എവിടെ ചെന്നാലും ഈ പുതിയ തലമുറയ്ക്ക് ജോമോനിൽ നിന്ന് ചിലപ്പോൾ മോട്ടിവേഷൻ കിട്ടാനായിട്ടുള്ള സാധ്യത. ഞാൻ ചെറുപ്പക്കാരോട് പറയാൻ എന്റെ ജീവിതമാണ് ഞാൻ പറയുന്നതല്ല, എന്റെ കരിയറാണ് ഞാൻ എവിടെയും പോയി പ്രസന്റ് ചെയ്യാറ്. കാരണം ഒരു ജോമോനെ കുറിച്ച് ഞാൻ എങ്ങും കൊണ്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഷെഫ് ജോമോനെ കൊണ്ട് പ്രസന്റ് ചെയ്യാൻ എനിക്കൊരു സൂചി കുത്തൻ സ്ഥലം കിട്ടിയാൽ ഞാൻ അവിടെ തുമ്പ കുത്തും. കാരണം അത് ഞാൻ എടുത്ത എൻ്റെ ഫൈറ്റാണ്. കാരണം മോനെ വിടണ്ട എന്ന് എൻ്റെ അപ്പൻ തീരുമാനിച്ചെടുത്ത് എൻ്റെ അപ്പൻ പറഞ്ഞൊരു എസ്സിനോട് ഞാൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്യുന്നതാണ്. ഞാനൊരു ഷെഫ് ജോമോനെ പ്രസന്റ് ചെയ്യാൻ എവിടെ അവസരം കിട്ടിയാലും ഞാൻ പ്രസന്റ് ചെയ്യും. ഞാനത് വിചാരിക്കാൻ കാരണം, ഞാൻ ജോലിക്ക് ഇവിടെ വന്നു ഒരു 5-8 വർഷം കഴിഞ്ഞപ്പോൾ ഹരിപ്പാട് എന്നുള്ളൊരു ലേഡി എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. ഷെഫിൻ്റെ നമ്പർ വേണം, എനിക്കൊരു കാര്യം ചോദിക്കാനാണ്. ഞാൻ പറഞ്ഞു എന്നാ മാം. നമ്പർ കൊടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം. ഷെഫിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഷെഫിൻ്റെ സാധനങ്ങളൊക്കെ കാണാറുണ്ട്. മോളെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നത് സേഫ് ആണോ? ഞാൻ ഒരു നിമിഷം വിചാരിച്ചു, ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപ്പൻ മോനെ വിടാൻ മടിച്ച സ്ഥാനത്ത് എന്നെ എന്തൊക്കെയോ കണ്ടിട്ട് ഒരമ്മ മോളെ വിടാൻ റെഡിയാകാണ്. ഷീസ് കൺസിഡറിങ് അല്ലേ? അത്രയും വലിയൊരു പ്രിവിലേജ് ഒക്കെ തമ്പരം നമ്മുടെ ജീവിതത്തിൽ തരാം. ഞാൻ അമ്മയോട് പറഞ്ഞത്, മോള് പോകുന്നത് ഒരു ഭയങ്കര കോമ്പറ്റീറ്റീവ്, ഒരു മെയിൽ കോമ്പറ്റീറ്റീവ് വേൾഡിലോട്ടായിരിക്കും ചെന്നിറങ്ങുന്നത്. എല്ലാ വീട്ടുകളിലും കുക്ക് ചെയ്യുന്ന അമ്മമാരാണെങ്കിലും ഷെഫുമാർ എല്ലാം മെയിലാണ്. അങ്ങനെ ഒരു മെയിൽ ഡൊമിനന്റ് ഒരു ക്യാരക്ടറിലോട്ടാണ് പുള്ളിക്കാരി ചെന്നിറങ്ങുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് ഫീമെയിൽ ഷെഫ്മാരുണ്ട്, മിഷലിൻ സ്റ്റാർ ഹോൾഡ് ചെയ്യുന്ന ഫീമെയിൽ ഷെഫ്മാരുണ്ട്, ഫീമെയിൽ പേസ്ട്രി ഷെഫ്മാരുണ്ട്. പക്ഷേ എവിടെ ഒരു വര വരയ്ക്കണം എന്ന് മോളാ തീരുമാനിക്കണ്ടേ, അത് ക്രോസ് ചെയ്താലും വരില്ല. ഞാൻ അമ്മയോട് പറഞ്ഞത്, എവിടെ നോ പറയണം, എവിടെ സേഫ് ആയിട്ടൊരു ലൈൻ വരയ്ക്കണം, അത് മോള് തീരുമാനിക്കണം. അതിനപ്പുറം ക്രോസ് ചെയ്യാൻ ആരും വരില്ല. ആ ഇൻഡസ്ട്രി എനിക്കറിയാൻ ഞാൻ പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നെ എൻ്റെ പ്രിൻസിപ്പള്, ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് എൻ്റെ പ്രിൻസിപ്പൾ വിളിച്ചു. പുതിയ ഇൻടേക്കിന് ക്ലാസ് എടുക്കുവാണ്. ആദ്യത്തെ ക്ലാസ് ജോമോൻ എടുക്കണം പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വെളുപ്പിന് 5 മണിക്ക് ഉറക്കമൊഴിച്ച് ഞാൻ സൂമിൽ ക്ലാസ് എടുത്തു. ആ അമ്മ എനിക്ക് മെസ്സേജ് അയച്ചു, ആ ഷെഫിൻ്റെ ക്ലാസ് കേട്ടു, എൻ്റെ മോൾ അവിടെ പഠിക്കാൻ കയറി. ഹരിപ്പാട് നിന്ന് എന്നെ വിളിച്ച ലേഡി, ആ മോള് ആ കോഴ്സിന് ഫസ്റ്റ് ഇയർ പഠിക്കാൻ ഫസ്റ്റ് ക്ലാസ്സിന് ഇരിക്കുക. പേരൻസ് പുറകെ ഇരിപ്പുണ്ട്. എൻ്റെ കോഴ്സായിരുന്നു, എൻ്റെ ക്ലാസ് അവിടെ ആദ്യം അറ്റൻഡ് ചെയ്തു. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന രീതികളൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണ് കോട്ടയത്ത് അപ്പൊ ഞാൻ എവിടെ ചെന്നാലും ഞാൻ പറഞ്ഞത്, എനിക്കുള്ള എൻ്റെ പോരായ്മകളും അല്ലെങ്കിൽ ഞാൻ ഷെഫാണെന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ സംസാരിക്കാറില്ല. ഞാൻ അവരോട് പറഞ്ഞ സോൾട്ടിനെ കുറിച്ചാണ്, ഉപ്പ്. എൻ്റെ സംസാര വിഷയം ഉപ്പായിരുന്നു. ബൈബിളിൽ ഉപ്പിനെ കുറിച്ച് പറയാൻ നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകാനാണ്. പക്ഷേ അതിൻ്റെ ആത്മീയ നീതിയോ അല്ലെങ്കിൽ ആത്മീയ വ്യാഖ്യാനങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാനെടുത്ത സോൾട്ട് എന്നാ പറഞ്ഞ ആ 4 അക്ഷരം, ഞാൻ അവരോട് പറഞ്ഞത്, ആ എസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിരിക്കണം. യു ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത്. എനിക്ക്
ഞാൻ എൻ്റെ സ്ട്രെങ്തിനെ അറിയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ അറിയും, എൻ്റെ വീക്ക്നെസ് കൂടെ ഞാൻ അറിയും. കാരണം എൻ്റെ സ്ട്രെങ്ത് അറിയുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ വീക്ക്നെസ് ഇതാണെന്ന് അറിയുള്ളൂ. ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത് ആൻഡ് വർക്ക് ഫോർ യുവർ വീക്ക്നെസ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, അതെൻ്റെ വീക്ക്നെസ് ആണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എൻ്റെ സ്ട്രെങ്തുകൾ വേറെയുണ്ട്. അപ്പം ഈ വീക്ക്നെസ്സിന് വേണ്ടി കൂടെ പ്രയത്നിക്കാം. ആ വീക്ക്നെസ്സിനെ എവിടെയൊക്കെ കൊണ്ട് മുട്ടിക്കാൻ ശ്രമിക്കാം. അതായിരിക്കണം ഒരാളുടെ ജീവിതത്തിൽ, ഒരാളുടെ കരിയറിൽ, അതിപ്പം പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം അതാണെന്ന് ഞാൻ പറയും. പിന്നെ എ ആണ്, എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരുന്നത് അറിയില്ല. ഞാനോട് പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ സാർ എൻ്റെ കൂടെ കാറിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് അന്നേരം ഞാനൊരു സെക്കൻഡ് ആലോചിക്കാതെ പോലും ഞാൻ മറുപടി യെസ്സാ പറഞ്ഞത്. എന്താകും എങ്ങനെയാകുമെന്ന് പിന്നെ ഞാൻ ആലോചിച്ചു. ആ അവൈലബിലിറ്റിക്ക് ഞാൻ കൊടുക്കുന്ന യെസ്സിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നമുക്ക് വരുന്ന അവൈലബിലിറ്റി, നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിന് എപ്പോഴും അവൈലബിൾ ആയിരിക്കുക. അത് എപ്പോഴാണ് നമുക്ക് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾവേസ് ബി റെഡി ആൻഡ് ബി അവൈലബിൾ ഫോർ ദി ഓപ്പർച്യൂണിറ്റീസ്. എൽ എന്ന് പറഞ്ഞത് എപ്പോഴും ഒരു ലേണിംഗ് ആസ്പെക്ട് നമ്മുടെ തലയിലുണ്ടാവണം. നമ്മൾ ബുക്കിൽ നിന്ന് പഠിക്കുന്നത് മാത്രമല്ല, നമുക്ക് ജീവിതത്തിൽ വരുന്ന പാഠങ്ങൾ, വെളിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. എൻ്റെ കിച്ചൺ പോട്ടർ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ശരിയായിരിക്കാം. അപ്പോൾ അവൻ എൻ്റെ ഈഗോ വെച്ചിട്ട് അവൻ എൻ്റെ കിച്ചൺ പോട്ടറാണ്, ഞാൻ എന്തിനാ അവൻ പറയുന്നത് കേൾക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചാൽ എനിക്ക് കിട്ടേണ്ട ഒരു നോളജ് പോയി. അവനൊന്നുമില്ല, എനിക്ക് കിട്ടേണ്ട അറിവാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് നഷ്ടപ്പെടുത്തിയത്. ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഒരറിവ് സമ്പാദിക്കാൻ ഇപ്പം ആശാരി, അവന് കൊത്താൻ നല്ലപോലെ അറിയാം, പക്ഷെ അവൻ SLC വരെ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവൻ്റെ സ്കില്ല് ഭയങ്കര, അവൻ അത് വെച്ച് ഇപ്പം നമ്മളൊരു വീട് പണിയുമ്പം അവൻ പറയുന്ന ഒരു ഐഡിയ അവൻ്റെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും പറയുന്നത്. പക്ഷെ നമ്മൾ പഠിച്ച് അവൻ എന്നെ കാട്ടി ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു ഐഡിയ നമ്മൾ മിസ്സായിക്കളെ. അപ്പം ജീവിതത്തിൽ എപ്പോഴും ഒരു ലേണിംഗ് ആസ്പെക്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. പിന്നുള്ളത് T ആണ്, ഓൾവേസ് താങ്ക്ഫുൾ. അല്ലെങ്കിൽ പഠിക്കുന്നിടത്ത് ടീച്ചേഴ്സിനോട്, കൂടുതലുള്ള ഫ്രണ്ട്സിനോട്, ദൈവത്തിനോട്, പേരൻസിനോട്, ആരോടൊക്കെ നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയാൻ എല്ലാവരോടും താങ്ക്ഫുൾ ആയിരിക്കുക. കാരണം നമ്മൾ വന്ന വഴികൾ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്നും അറിയത്തില്ല. ഞാനിന്ന് ഇവിടെ നിൽക്കുന്നെങ്കിൽ എന്നെ അറിഞ്ഞവർ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരാള് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല മനുഷ്യനെ എന്നെ വിളിച്ച് പറഞ്ഞത്, ജോമന നീ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാനൊരു ജേർണലിസ്റ്റിന്റെ നമ്പർ തരാം, അദ്ദേഹം എന്തെങ്കിലും എഴുതുമോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നീ ഒന്ന് സംസാരിച്ചു നോക്കും. ഞാൻ ആ ജേർണലിസ്റ്റിനെ സംസാരിച്ചു. ഇത്ര അരകണ്ടായിട്ടുള്ള ജേർണലിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു മനുഷ്യനാണ് അങ്ങനെ എന്നോട് സംസാരിച്ചത്. ഒരു മണിക്കൂറോളം കഴിഞ്ഞു എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ ഒരു കഥ എഴുതാം, അല്ലെങ്കിൽ ഞാൻ നിന്റെ ഒരു സ്റ്റോറി എഴുതാം, വാട്സപ്പിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കും, നീ എനിക്ക് റിപ്ലൈ തരണം. ഇതേപോലെ അച്ചടിച്ച് വരുമോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു വരി ലൈനായിരിക്കും, അല്ലെങ്കിൽ 4 വരി പേജായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹാഫ് പേജ് പത്രമായിരിക്കും. സമ്മതമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കഥ കേട്ടിട്ട് സാറ് എഴുതാം എന്ന് തീരുമാനിച്ചത് എൻ്റെ വിജയമാണ്, അല്ലേ? അത് നമ്മൾ താങ്ക്ഫുൾ ആണ്. ഇത് വരുവോ വരാതിരിക്കുമെന്ന് എൻ്റെ ഭാഗ്യം, അത് മേളിയിരിക്കുന്ന വിചാരിച്ചു. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ സാറ് യെസ്, കാരണം ഇത്രയും അറിവുള്ള മനുഷ്യനാണ്, ഒരുപാട് ആൾക്കാരെ കുറിച്ച് എഴുതിയ മനുഷ്യനാണ്. അപ്പൊ എൻ്റെ കഥ കേട്ടിട്ട് എഴുതാമെന്ന് സാർ തീരുമാനിച്ചില്ലേ, മതി, എനിക്കത് മതി. വരുവോ വരാതിരിക്കുന്നത് തമ്പ്രാൻ എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി കിട്ടും. അടിച്ചു വന്നപ്പോൾ ഒരു ഫുൾ പേജ് സൺഡേ മംഗളത്തിന്റെ സൺഡേ സപ്ലിമെന്റ് ആണ് ഞാൻ ഫ്രെയിം ചെയ്ത് താഴെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനാരോട് ഞാൻ ആ മനുഷ്യനെ ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല. നിലവിൽ ഫോണിൽ സംസാരിക്കണമെങ്കിൽ ഇതുവരെ പേഴ്സണലി കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ചെയ്തതോ നമ്മൾ നിന്നതിനോ ഒന്നുമല്ല, എവിടുന്നൊക്കെയോ വന്ന് ചേരുന്നതാണ് ഈ വീട് പോലും വെച്ചാൽ. സത്യമാണ്. ജോമോന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടെയാണ് ഇന്നത്തെ ഈ പ്രത്യേക ദിവസം. ഒരു കഷ്ടപ്പാടിൽ കൂടെയും ബുദ്ധിമുട്ടിൽ കൂടെയും സാമ്പത്തിക പ്രയാസത്തിൽ കൂടെയും ദാരിദ്ര്യത്തിൽ കൂടെയും കിടക്കാൻ പോലും സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ കൂടെ ഒക്കെ കടന്നു പോയതാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ പിന്നെ കരുത്ത് എന്തല്ല ഇംഗ്ലണ്ടിൽ വന്നു. ഇപ്പൊ ഒത്തിരി ആളുകൾ ഇംഗ്ലണ്ടിൽ വരുന്നുണ്ട്, ഒത്തിരി പിള്ളേർ. എന്താണ് എനിക്ക് പറയാനുള്ളത്? കരുത്ത് നൽകിയത് ഇതിന് ഈ പ്രതിസന്ധി എപ്പോഴും ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. നമുക്കൊരു വിഷനുണ്ട്. എനിക്കിപ്പോഴും എന്റെ സ്വപ്നങ്ങൾ വലുതാണ്. ഞാൻ സ്വപ്നം കാണാൻ ശീലിച്ചിരുന്നു അന്നും. ഞാൻ എന്നിവിടെ നിൽക്കുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു സ്വപ്നമുണ്ട്. സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുമ്പം മാറ്റി ചിന്തിക്കാൻ, മാറ്റിയുള്ള സ്വപ്നങ്ങളിലേക്കും പോവുക. അല്ലെങ്കിൽ ഒരു സ്വപ്നമായി ടിക്കായി എൻ്റെ ജോലി കഴിഞ്ഞു ഞാൻ ഓക്കെയാണ് എന്ന് പറയാതെ അടുത്ത സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതിലും വലിയ സ്വപ്നങ്ങൾ കാണുക. അവിടെ എത്തിപ്പെടാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ കാണുക. ചിലപ്പോൾ ഒരു മോട്ടിവേഷനാണ്
ഒരു സെൽഫ് മോട്ടിവേഷൻ തരും ഈ സാധനം. അവിടെ വരെ എത്താൻ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ആ സ്വപ്നത്തിലേക്ക് എനിക്ക് എത്താൻ എനിക്ക് സെൽഫായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ എത്രയൊക്കെ പാഷനാണ്, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും കൂടെ ഓടാനൊരു ഫാമിലി അത് തമ്പുരാനായിട്ട് കൊടുത്തരണം. ഇപ്പം എനിക്ക് ഭയങ്കര പാഷനാണ്, അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും എന്നെ എൻ്റെ ഭാര്യ അഴിച്ചു വിടുന്നിടത്താണ് എൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം അവള് പറയാ നാളെ പോകാൻ പറ്റത്തില്ല, എനിക്ക് ജോലിയാ, പിള്ളേരെ നോക്കി വീട്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് ടർക്കി പോകാൻ പറ്റത്തില്ല, ഞാൻ പിള്ളേരെ നോക്കി ഇവിടെ ഇരിക്കണം, കാരണം അവൾക്ക് ജോലിയാണ്, ഫിനാൻസ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അവൈലബിലിറ്റി, ഞാൻ പറയാം അയച്ചുവിട്ട കാളെപ്പോലെ എന്നെ വിട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എവിടെയും ചെല്ലാൻ പറ്റും. ഇപ്പൊ എത്ര പാഷനാണെന്ന് പറഞ്ഞാലും ഞാൻ ഒരുപാട് പേരെ കാണാറുണ്ട്, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പറയാം ഷെഫായിട്ട് നിന്നവൻ ടെസ്കോയിൽ പണിയെടുക്കുന്നുണ്ട്, അവന് വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷേ തമര എൻ്റെ ജീവിതത്തിൽ അങ്ങനെയെല്ലാം ഒരുക്കി തന്നത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. ചെറുപ്രായത്തിൽ നിനക്കെല്ലാം തരുമ്പോൾ നിന്നെ ഞാനൊരു പിടി പിടിക്കുമോ എന്ന് എനിക്കൊരു പേടി. എന്റെ പേടി എവിടേക്കോ ഞാൻ എൻ്റെ വീട്ടിലും പറയാറുണ്ട്, കൊച്ചിനോടും പറയും, എല്ലാം കൊണ്ട് തന്നിട്ടേ നിനക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ തന്നു, ഇനി നീ എനിക്ക് അന്നെങ്ങാനും പറയുമോ എന്നൊരു സാധനം എൻ്റെ മനസ്സിൽ എവിടെയോ ഇപ്പൊ കുറച്ചു നാളായിട്ടുണ്ട്. അറിയില്ല അഹങ്കരിച്ചു പോകുമോ. എന്നോട് നാളെ ആരാണ്ട് ചോദിച്ചു, ചേട്ടാ ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും ചേട്ടാ എനിക്ക് റിപ്ലൈ തരുമല്ലോ, നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ, അങ്ങനെയാണോ ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് പണിയില്ലാത്തതല്ല, നീ എനിക്ക് മെസ്സേജ് അയച്ചില്ലേ, അതുപോലെ ഞാനും പലർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്. അവർ റിപ്ലൈ കിട്ടിയിരുന്നെങ്കിലും ഞാൻ ആശിച്ചിട്ടും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അവർ തിരിഞ്ഞുപോലും നോക്കത്തില്ല. അവർ ആ റിപ്ലൈ എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്കുണ്ടാകുന്നൊരു സന്തോഷം അത് എനിക്കറിയാം. ആ സന്തോഷത്തിന്റെ ഒരു കൊണിശമെങ്കിലും നിനക്ക് കിട്ടില്ല ഇഫ് ഐ ഗിവ് എ റിപ്ലൈ. അപ്പം ഞാനായിട്ട് ഒരാൾക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ വൈ ഷുഡ് ഐ സ്റ്റോപ്പ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. എൻ്റെ ഇച്ചിരി വട്ടം തീരുമാനങ്ങളും വട്ടം ചിന്താഗതികളും ഒക്കെയാണ്. വളരെയധികം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന വാക്കുകളാണ്. ജോമോന്റെ ഈ കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടിന്റെയും ഒക്കെ ഇവിടെ വന്ന് ഇംഗ്ലണ്ട് വന്ന് ഇത്രയും വർഷങ്ങളിൽ കൂടെയൊക്കെ ഒത്തിരി ദുരിതങ്ങളും പ്രയാസങ്ങളും ഇല്ലെന്ന് പറയാം. പക്ഷെ ഐ ആം താങ്ക്ഫുൾ ഫോർ ദോസ്. എന്നെ ഞാനാക്കിയത് അതാണ്. എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പക്ഷെ അതൊക്കെ തന്നെ. കാരണം താഴെ ഇരുന്ന ആന്റിമാരിൽ എനിക്ക് ചോറ് വിളമ്പുന്നവരുണ്ട്. കാരണം അവർ തന്നില്ല ഞാൻ പട്ടിണി ഇവർ മുമ്പിൽ ഞാൻ എന്തോ വാങ്ങില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു കോൺഫറൻസിന് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് ബെറ്റിയാനോട് ചോദിച്ചിട്ട് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ ചോദിച്ചു. ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ട് പോയിട്ട് മനുഷ്യനെ നമ്മുടെ ചർച്ചിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കും. ആ ചർച്ചിൽ പണ്ട് നമുക്ക് സ്കൂളിലായിരുന്നു ചർച്ച്. അപ്പം ആ സ്കൂൾ അറേഞ്ച് ചെയ്യണം. അപ്പം അത് കഴിയുമ്പം അവിടെ നിന്ന് പ്രിയോഷമുള്ള കാര്യങ്ങൾ കിട്ടും. അത് കഴിച്ചിട്ട് പോയി ഞാൻ ഒരു ദിവസത്തെ വയറ് നിറച്ച് ജീവിച്ചിട്ടുണ്ട്. വേറെ മാർഗമില്ല. എൻ്റെ മനസ്സിലുള്ള ഇപ്പം പലതും പറഞ്ഞാലും ഞാൻ 2 മണി വരെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ രാവിലെ 6-7 മണിക്ക് എന്നിട്ട് പോകും കിച്ചണിൽ ചർച്ചിൽ കഞ്ഞി ഉണ്ടാക്കാൻ. എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ചോമോൻ ആ ചർച്ചിൻ്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ടെങ്കിൽ അവൻ്റെ ഈഗോ കാരണം ഒരു നേരത്തെ ഫുഡിന് അവൻ ചോദിച്ചു പറഞ്ഞ് മേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ ഈ ചർച്ചിന് ഒരു നല്ലൊരു ഫുഡ് കിട്ടില്ല. ഞാൻ അത്രേ ആലോചിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എൻ്റെ കൂട്ട് ഏതോ ഒരുത്തൻ വിശന്നിരിപ്പുണ്ടെങ്കിൽ അവനൊരു നേരത്തെ നല്ല ഫുഡ് കൊടുക്കാൻ പറ്റിയാൽ ഇത് വലിയ പുണ്യമൊന്നും തമ്പുരാൻ വിധിച്ചിട്ടില്ല. എന്നെ കൊണ്ടതേ പറ്റും. ജോമോന്റെ ഒരു വലിയ മനസ്സാണ്. ജോമോന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. താൻ ഒരു വീട് കൂടി ഇന്ന് മേടിച്ചിരിക്കുകയാണ്. അവരുടെ സന്തോഷത്തിൽ എനിക്കും പങ്കുചേരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലണ്ടൻ പെന്തിക്കോസ്റ്റ് ചർച്ചിനെ താനൊരു അഭിമാനമാണ്. താനെ അനേക സെലിബ്രിറ്റീസിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ആളാണെങ്കിൽ പോലും ലണ്ടൻ പെന്തിക്കോസ്റ്റ് ചർച്ചിലെ പല പ്രാർത്ഥനകൾക്കും പല മീറ്റിങ്ങുകൾക്കും അവിടുത്തെ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെട്ട് അവിടെയുള്ള ദേവദാസന്മാർക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടിയും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന മനസ്സുള്ള ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ പ്രത്യേക ദിവസത്തിൽ ജോമോനോട് കൂടെ ആയിരിക്കാനും വീട്ടിൽ വരാനും നിങ്ങളുടെ ഈ പുതിയ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ആയിരിക്കാൻ കഴിഞ്ഞ സന്തോഷം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ധാരാളം സഹായിക്കട്ടെ.